ഇത്തവണ പടക്ക വിപണിയിൽ IPL സ്പെഷ്യൽ ബാറ്റ് ആൻഡ് ബോളാണ് താരം. ക്രിക്കറ്റ് പ്രേമികൾ ഏറെ പ്രിയപ്പെട്ട ഈ താരത്തോടൊപ്പം കുട്ടികൾക്ക് പേടി കൂടാതെ കത്തിക്കാനും പൊട്ടിക്കാനും സാധിക്കുന്ന ഹരിത പടക്കങ്ങളും വിപണി കീഴടക്കുകയാണ്. IPL പ്രമാണിച്ച് ഞങ്ങൾ ക്രിക്കറ്റും ബാറ്റ് ഇറക്കിയിട്ടുണ്ട്. ക്രിക്കറ്റ് ബാറ്റും ബോൾ ഇറക്കിയിട്ടുണ്ട്. ക്രാക്ലിംഗ് ആണ്, ഫാൻസി ആയിട്ട് കുട്ടികൾക്ക് എത്തിക്കാൻ പറ്റിയിട്ടാണ്. വർണ്ണശബളമായ പടക്കങ്ങളോടാണ് ഇപ്പോൾ എല്ലാവർക്കും പ്രിയം. ഹരിത പടക്കങ്ങൾക്ക് മുൻ വർഷങ്ങളെക്കാൾ ആവശ്യക്കാർ ഏറിയിട്ടുണ്ടെന്നാണ് കച്ചവടക്കാർ പറയുന്നത്. സുരക്ഷിതമായ ഹരിത പടക്കങ്ങൾ വിപണിയിൽ സുലഭമാണ്. 10 രൂപ മുതൽ 10,000 രൂപ വരെ വിലയുള്ള പടക്കങ്ങൾ വിപണിയിലുണ്ട്. നിറങ്ങളോടും വർണ്ണ കാഴ്ചകളോടുമാണ് കുട്ടികൾക്ക് പ്രിയം. ഇത്തവണ അത്തരത്തിലുള്ള പടക്കങ്ങളാണ് വിപണിയിലേറെയും. വർണ്ണ കാഴ്ചകൾ ഒരുക്കുന്ന ഫാൻസി പടക്കങ്ങളാണ് ജനം ചോദിക്കുന്നതെന്ന് INS വേൾഡ് MD ശങ്കർ ഉദയൻ പറയുന്നു. ഈ വർഷവും കുട്ടികൾക്കുള്ള ഫാൻസി വെറൈറ്റീസിന് തന്നെയാണ് ആവശ്യക്കാരുള്ളത്. അതിൽ ഒരുപാട് ഇപ്പം IPL ട്രെൻഡ് നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് IPLന്റെ ആസ്പദമാക്കി ഒരു ബാറ്റും ബോളും ഫയർ വർക്സിൽ വന്നിട്ടുണ്ട്. പിന്നെ IN മെഗാ പീകോക്ക്, സൂപ്പർ ഡ്രോൺ, ഹെലികോപ്റ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് വർഷങ്ങളായിട്ടുള്ള ഫാൻസി വെറൈറ്റീസ് അതിൻ്റെ വേറെ വേറെ വേർഷൻസ് വന്നിട്ടുണ്ട്. കുട്ടികൾക്കുള്ള ഐറ്റംസ് ആണ് മെയിനായിട്ടുള്ളത്. കുട്ടികൾക്ക് വേണ്ടി ഫോക്കസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ സേഫ്റ്റിക്ക് പ്രാധാന്യം കൊടുത്തിട്ടുള്ള പടക്കങ്ങൾ തന്നെയാണ് നിൽക്കുന്നത്. എല്ലാം ഇതാണ് ഗ്രീൻ ഫയർ വർക്സ്. കിക്ക് ബോക്സർ എന്ന പടക്കം ആകാശത്ത് 240 പൊട്ടലുകളും വർണ്ണ കാഴ്ചകളുമാണ് ഒരുക്കുന്നത്. 1950 രൂപ മുതൽ 4850 രൂപ വരെ വിലയുള്ള പടക്കങ്ങൾ ഈ ശ്രേണിയിലുണ്ട്. മസിനഗുഡി വഴി ഊട്ടിയിലേക്ക് എന്ന പേരിലുള്ള പടക്കം ചെറുപൂര കാഴ്ച തന്നെയാണ് നൽകുക. പിന്നെ മസനഗുഡി വഴി ഊട്ടി പോയി പൊട്ടുന്ന വെറൈറ്റി കളേഴ്സ് ഐറ്റംസ് ഉണ്ട്. ഈ ഐറ്റം മസനഗുഡി വഴി ഊട്ടി പോയി പൊട്ടുന്ന മൾട്ടി കളർ. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തീവണ്ടി യാത്രക്കാരുടെയും ജീവനക്കാരുടെയും ഭീതി അകറ്റാൻ പ്രധാനമന്ത്രി ഇടപെടണമെന്ന് CARUA. ട്രെയിൻ യാത്രയിലെ സുരക്ഷ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ബന്ധപ്പെട്ടവർക്ക് നിവേദനം സമർപ്പിച്ചതായി ഷെവലിയർ ചാക്കുണ്ണി പറഞ്ഞു. ആഘോഷ അവധിവേളകളിൽ തീവണ്ടികളിൽ തിരക്ക് വർദ്ധിച്ച സാഹചര്യത്തിൽ ജീവനക്കാരുടെയും യാത്രക്കാരുടെയും നേരെയുള്ള അക്രമങ്ങളും പിടിച്ചുപറികളും പ്രതിരോധിക്കാനും യാത്രാ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനും